കുട്ടികൾക്ക് വേണ്ടി എല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്ന മാതാപിതാക്കളെ സൂക്ഷിക്കണം. ആൺകുട്ടികൾക്ക് ഇങ്ങനെയാവാം, ആൺകുട്ടികൾക്ക് വാശി കാണിക്കാം, ആൺകുട്ടികൾ കരയാൻ പാടില്ല, ആൺകുട്ടികൾക്ക് ദേഷ്യം കാണിക്കാം, ആൺകുട്ടികൾ അടുക്കളയിൽ കയറണ്ട, പാത്രം കഴുകണ്ട, വെറുതെ അങ്ങ് ഇരുന്നാൽ മതി. എന്നാൽ പെൺകുട്ടികൾ അങ്ങനെയൊന്നും പോരാ. പെൺകുട്ടികൾ അടുക്കളയിൽ കയറണം, അമ്മേനെ സഹായിക്കണം, പാചകം ചെയ്യണം, പാത്രം കഴുകണം. അങ്ങനെയുള്ള ജെൻഡർ റോൾസ് പലപ്പോഴും വളർത്തലിൽ വന്നു ചേരാറുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ളൊരു ചൂഷണത്തിലോ അല്ലെങ്കിൽ ഒരു ലൈംഗിക ആക്രമണത്തിലോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മിണ്ടാതിരിക്കാനാണ് വീട്ടിൽ പഠിപ്പിക്കുക. വളർത്തലിൽ അങ്ങനെയാണ് വരിക. അടങ്ങി ഒതുങ്ങി മിണ്ടാതിരിക്കുക. ഇല വന്ന് മുള്ള വീണാലും മുള്ള ഇല വീണാലും കേടയിലക്കാണ് എന്നുള്ളൊരു നീതിശാസ്ത്രം പെൺകുട്ടികളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അമ്മ തുള്ളിച്ചാടി പുറത്ത് പോയിട്ട് പുറത്ത് ഏതെങ്കിലും ചെടിയുടെ കമ്പൊടിച്ച് വന്നിട്ട് എന്നെ പടപടാടാന്ന് അങ്ങ് അടിക്കും. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ അമ്മേനെ നോക്കുന്നത് ഈ ചില സിനിമയിലൊക്കെ ഭയങ്കര ദുഷ്ടയായിട്ടുള്ള സ്ത്രീകളില്ലേ, ആ സ്ത്രീകളിങ്ങനെ തുള്ളിച്ചാടി തല്ലുന്ന ആ ഒരു സീനാണ് എൻ്റെ മനസ്സിൽ വരിക. ഈ പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമിഗ്ഡല, ആങ്സൈറ്റി, അവരെപ്പോഴും വിജിലൻ്റ് ആയിരിക്കും. എപ്പോഴാണ് ഈ തല്ല് വരണേന്നുള്ള രീതിയിൽ അവരുടെ ജീവിതത്തിൽ പോലും എന്തെങ്കിലും ത്രട്ട് വരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ആകുലതയോ അല്ലെങ്കിൽ ആ വിജിലൻസോ ആയിരിക്കും അവരെ നയിക്കുന്നത്. ചിലർ പോണോഗ്രാഫിയിലേക്ക് പോകും. ടീനേജിലുള്ള കുട്ടികളൊക്കെ പോണോഗ്രാഫിയിലേക്ക് പോവാം. ചിലർ ചാറ്റിങ്ങിലേക്ക് പോവാം, അപരിചിതരുമായിട്ടുള്ള വർത്തമാനങ്ങളിലേക്ക് പോവാം. അതിൽ തന്നെ സെക്സ് ചാറ്റിൽ പെടാം. അപ്പോൾ എങ്ങനെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ പുതിയ ലോകം എന്ന് പറയുമ്പോൾ വളർത്തൽ ചില്ലറ പണിയൊന്നുമല്ല. ഹായ് എവരിവൺ, വെൽക്കം ടു ഹെൽത്തി ഫ്ലിക്സ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ സീനിയർ സൈക്കാട്രിസ്റ്റായ ഡോക്ടർ CJ ജോൺ. വെൽക്കം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് പാരൻറ്റിങ്ങിനെ കുറിച്ചാണ്. സോ ഡോക്ടർ, എന്താണ് ഒരു ഗുഡ് പാരൻറ്റിങ്, അല്ലെങ്കിൽ ഒരു ഗുഡ് പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ലൈഫിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്? ഒരു പേരൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വലിയ ചുമതലയാണ്. പലരും അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിച്ചിട്ടാണോ കുട്ടികളെ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം പേരൻ്റ് ആവാൻ നല്ലോണം ഒരുങ്ങേണ്ടതുണ്ട്. എന്തിനു വിവാഹം കഴിക്കാൻ പോലും ഒരുങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ജീവിതത്തിലുള്ള സുപ്രധാന റോളുകൾ ചെയ്യുമ്പോൾ ആ റോളുകൾക്ക് ഉള്ള വൈഭവങ്ങൾ ആർജിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആരും ആലോചിക്കാറില്ല. നല്ലൊരു പേരൻ്റ് ആവണമെങ്കിൽ കുട്ടികളുടെ എല്ലാ പ്രായത്തിലും കണക്ട് ചെയ്യാനുള്ള കഴിവ് വേണം. ഇപ്പോൾ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് 8 വയസ്സുള്ളൊരു കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ട് അമ്മേ അല്ലെങ്കിൽ അച്ഛ ഇന്ന് ഞങ്ങളുടെ ക്ലാസ് മുറിയിലൊരു വലിയ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു നോക്കിയ, സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കും എന്താ മക്കളെ ഉണ്ടായെന്ന്. അപ്പോൾ കുട്ടി പറയാണ് ക്ലാസ് മുറിയിലേക്ക് ഒരു പൂമ്പാറ്റ പറന്നു വന്നു എന്ന് പറഞ്ഞു. ഒരു 80% രക്ഷിതാക്കളും അപ്പോൾ ഇതാണോ വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയും. പക്ഷെ യഥാർത്ഥത്തിൽ നല്ല പേരൻ്റാര്? എന്താണ് ആ പൂമ്പാറ്റയുടെ നിറം, എന്താണ് ആ പൂമ്പാറ്റ നിന്നോട് എന്താണ് പറഞ്ഞത്, ഇങ്ങനെ ആ കുട്ടിയുടെ മതിയും കൊതിയും തീരുന്നത് വരെ ആ പൂമ്പാറ്റ വിശേഷം പറയിപ്പിക്കുന്ന പേരൻ്റാണ് നല്ല പേരൻ്റ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കുട്ടിയുടെ പ്രായം ഏതു തന്നെയാണേലും ഞങ്ങൾ മുതിർന്നവരാണ്, ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇതൊരു സംഭവമേ അല്ല എന്നുള്ളത് മാറ്റി ആ കുട്ടിയുടെ പ്രായത്തിനൊപ്പം ആ കുട്ടിയുടെ പ്രായത്തിൻ്റെ കൗതുകങ്ങൾക്കപ്പുറം ആ കുട്ടിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സുള്ള ആളാണ് നല്ല പേരൻ്റ് ആവുക. അതായത് ആശയവിനിമയം എന്ന് പറയുന്നതിൻ്റെ പാലമിടുക. 1 വയസ്സുള്ളൊരു കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോലെ അല്ല ഒരുപക്ഷെ 13 വയസ്സുകാരിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. 8 വയസ്സുകാരിയോട് വേറെ തലത്തിലായിരിക്കും. അവരുടെ മനോവികാസത്തിൻ്റെ വളർച്ചയുടെ പടവുകൾക്കനുസൃതമായി ആ പ്രായത്തിലേക്ക് ഇറങ്ങി വന്ന് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു പക്ഷേ നല്ലൊരു പേരൻറ്റിങ്ങിന് അടിത്തറയിടുന്നത്. പല പേരൻസിനും അത് കഴിയാറില്ല. ഇതാണോ വലിയ കാര്യം എന്നുള്ള മട്ടിൽ ആ പ്രായത്തിലുള്ള കുട്ടി പറയുന്നതിനെ നിസ്സാരവൽക്കരിക്കുന്നു. ആ നിസ്സാരവൽക്കരിക്കുന്നതോടെ കുട്ടിയിൽ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല, അമ്മയോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല,
അവർക്ക് ഞാൻ പറയണത് മനസ്സിലാവുന്നില്ല. ഈ തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് കുട്ടി പോവുകയും പലപ്പോഴും കുട്ടിയുടെ സന്തോഷങ്ങൾ അറിയാതെ വരും, കുട്ടിയുടെ സങ്കടങ്ങൾ അറിയാതെ വരും, കുട്ടി കടന്നു പോകുന്ന പ്രതിസന്ധികൾ അറിയാതെ വരും. അപ്പോൾ കുട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വൈഭവം ഉണ്ടാക്കുക എന്നുള്ളതാണ് നല്ല പേരൻറ്റിങ്ങിൻ്റെ അടിത്തറ. ഏത് പ്രായത്തിലായാലും അതിനൊപ്പം സഞ്ചരിക്കണം. കുറ്റപ്പെടുത്താനൊന്നും നിൽക്കാതെ ഒരു തുറന്ന മനസ്സോടെ കുട്ടിക്ക് പറയാനുള്ളത് കേൾക്കുക. കുട്ടികൾ തെറ്റ് ചെയ്യും, അത് സ്വാഭാവികമാണ്. ഇത്തരം തെറ്റൊക്കെ വരും. നമുക്കിത് തിരുത്താൻ എന്താ വഴി എന്നുള്ള രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള കണക്റ്റഡ്നെസ് ആണ് വേണ്ടത്. നമ്മളൊക്കെ എപ്പോഴും പറയുക, കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കണക്ട് ചെയ്യണമെന്ന് പറയും. പേരൻറ്റിങ്ങിൽ അത് വളരെ വളരെ പ്രധാനപ്പെട്ടുള്ളൊരു തത്വമാണ്. കുട്ടിയായിട്ട് ഏത് പ്രായത്തിലും കണക്ട് ചെയ്യാനുള്ള വൈഭവം വേണം. ഇപ്പോൾ ഒരു കുട്ടി സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പം അങ്ങനെ പോകുന്ന ഒരു കുട്ടി അവൻ ഏത് പ്രായത്തിലായിരിക്കും അല്ലെങ്കിൽ ഏത് സമയത്തിലാണ് അവൻ്റെ സ്വന്തമായിട്ട് ബാഗ് എടുത്ത് വെക്കൽ, ഡ്രസ്സ് ഇടുന്നത്, ഫുഡ് പാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ആസ് എ പാരൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നോക്കൂ, ഈ കുട്ടി ഏത് പ്രായത്തിലാണ് ബാഗ് എടുത്തു വയ്ക്കേണ്ടത്, അല്ലെങ്കിൽ തന്നെത്താനെ ഷൂസ് ഇടേണ്ടത്, സ്വയം അവൻ്റെ ശുചിത്വ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡെയിലി റൂട്ടീൻ ചെയ്യുക എന്നുള്ള രീതിയിലല്ല നമ്മൾ കാണേണ്ടത്. സത്യത്തിൽ നമ്മൾ കുട്ടിയെ ചെറുപ്രായത്തിലെ സ്വാശ്രയത്വം ശീലിപ്പിക്കുകയാണ്, ഇൻഡിപെൻഡൻസ്. നമ്മുടെ മാതാപിതാക്കളുടെ ഒരു വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രായം മൂത്താലും 15 വയസ്സായാലും കുട്ടികൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു കുഴപ്പം നമ്മുടെ പേരൻറ്റിങ്ങിലുണ്ട്. ഓവർ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയും. നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് രാവിലെ തട്ടിക്കൂട്ടി എഴുന്നേൽപ്പിച്ച് ബാഗ് തയ്യാറാക്കി, ഭക്ഷണം തയ്യാറാക്കി, ഇതെല്ലാം വന്ന് ഉന്തി തള്ളി സ്കൂൾ ബസ്സിലേക്ക് കയറ്റി വിടുന്ന മാതാപിതാക്കൾ എത്രയോ എണ്ണമുണ്ട്. സത്യത്തിൽ ഇതൊക്കെ സ്വയമേ ചെറുപ്രായത്തിലെ ചെയ്തു തുടങ്ങാൻ അവരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, കൊച്ചു കുഞ്ഞല്ലേ, ഇതിനെ കൊണ്ട് ഈ വക പണിയൊക്കെ എടുപ്പിച്ചാൽ ശരിയാകുമെന്ന് ചോദിക്കും. ഒരു 3 വയസ്സാവുമ്പോൾ തന്നെ സ്വാശ്രയത്വം ശീലിപ്പിക്കാനുള്ള കൊച്ചു കൊച്ചു പാഠങ്ങൾ കൊടുക്കാം. ഒരു 3 to 4 ഇയേഴ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾക്ക് അത്യാവശ്യം സ്വന്തമായിട്ട് ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള കുപ്പായങ്ങൾ, സാമാന്യം വലിയ ബട്ടണുള്ള കുപ്പായങ്ങൾ സ്വയമേ ഇടാൻ പറ്റും, സ്വയമേ നിക്കറിടാൻ പറ്റും. അത്യാവശ്യം ശുചിമുറിയിൽ പോകേണ്ട സമയത്ത് എനിക്ക് അതിന് പോകണം എന്ന് പറയാനും, ആ പോകുന്ന സമയത്ത് അത്യാവശ്യം നിക്കർ താഴ്ത്താനും, മൂത്രം ഒഴിച്ചതിന് ശേഷം നിക്കർ മുകളിലേക്ക് വലിച്ചിടാനും പറ്റും. ഒരു 4 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം തന്നെ സോക്സ് ഇടാം, ഷൂസ് ഇടാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഭക്ഷണം തന്നെ വാരി കഴിക്കാൻ പറ്റും. സായിപ്പിൻ്റെ രീതിയിൽ സ്പൂണും ഫോർക്കൊക്കെ ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും വിദേശത്തൊക്കെ കുട്ടികൾ ഈ പ്രായത്തിൽ തന്നെ സ്പൂണും ഫോർക്കൊക്കെ ഈ 4 വയസ്സിലൊക്കെ കൈകാര്യം ചെയ്യും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വളർന്നു വരുമ്പോഴേക്കും സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാനുള്ളതിൻ്റെ അടിത്തറയിടുകയാണ്. രാവിലെ സ്കൂളിൽ പോകേണ്ട നേരത്ത് ഇന്ന സമയത്ത് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞ് ആ ചിട്ടകൾ ചെറുപ്രായത്തിൽ ശീലിപ്പിക്കാം. ചിലപ്പോൾ 4 വയസ്സോ 5 വയസ്സുള്ള കുട്ടിയൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ തട്ടിക്കൊട്ടി എഴുന്നേൽപ്പിക്കേണ്ടി വരും. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാൽ ആ കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും കുട്ടി സ്വയമേ ശീലിച്ചിട്ട് ബ്രഷിൽ പേസ്റ്റ് വെച്ച് സ്വയം പല്ല് തേച്ച് അത്യാവശ്യം വായ കഴുകി സ്കൂളിൽ പോകാൻ സ്വയമേ വേഷം മാറി റെഡിയാവുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വരേണ്ടി വരും. തലേ ദിവസം ബാഗ് ഒരുക്കേണ്ടി വരും. അപ്പോൾ ഈ തരത്തിലുള്ള പല കാര്യങ്ങളും കുട്ടികളെ ചെറുപ്രായത്തിലേ ശീലിപ്പിക്കാം. ഇത് ശീലിപ്പിക്കാതെ വരുമ്പം ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല മാതാപിതാക്കളും +2 വരെയൊക്കെ ഇതൊക്കെ ചെയ്തു കൊടുക്കും. ഇവൻ പിന്നീട് ജയിച്ച് ഒരു കോളേജിലേക്ക് ചെല്ലുമ്പം ഇതൊക്കെ സ്വയമേ ചെയ്യാനായിട്ട് അവന് സ്റ്റാർട്ടിങ് ട്രബിൾ ആവും. സത്യത്തിൽ ആ സ്വാശ്രയ ബോധത്തിന് കോടാലി വയ്ക്കുന്ന പ്രവർത്തികൾ പേരൻറ്റിങ്ങിൽ വരാൻ പാടില്ല, ചെറുപ്രായത്തിലെ തന്നെ. കുട്ടിയുടെ കോൺഫിഡൻസിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും ഇങ്ങനെ ഒരു ഓവർ ഇൻവോൾവ്മെന്റ്? അതെ, തീർച്ചയായിട്ടും. ഇതൊക്കെ ചെയ്യുമ്പം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസം കൂടുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇതെല്ലാം ഞാൻ തനിയെ ചെയ്യുന്നു. പലപ്പോഴും സ്കൂളിൽ ചെല്ലുമ്പം 20 കുട്ടികളുള്ള ക്ലാസ്സിലാണെങ്കിൽ 15 കുട്ടികളും സ്വയമേ ചെയ്യാത്തവരായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവന് തോന്നുക ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു
വിശ്വാസം, അവനിലൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം കഴിയുന്നത്ര ചെറുപ്രായത്തിലെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ തലച്ചോറിൻ്റെ വികാസത്തിനും മനോവികാസത്തിനും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. അത് സ്വതന്ത്രമായി ചെയ്യിപ്പിക്കണം. ഇതുകൊണ്ട് വേറെ ഉണ്ട് ഗുണങ്ങൾ. ഇപ്പോൾ ഈ ബട്ടൺസ് ഇടുക എന്ന് പറയുമ്പോഴേക്കും ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. ഈ വിരലുകൾ ഉപയോഗിച്ചിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യാനുള്ള വൈഭവം അത് വർദ്ധിച്ചു വരികയാണ്. സീക്വൻസ്, കൃത്യമായിട്ടുള്ള സീക്വൻസ് തലച്ചോറിലേക്കും ചിന്തിക്കാനുള്ള ശേഷിയും ഉണ്ടാവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സോക്സ് ഇട്ടിട്ടാണ് ഷൂസ് ഇടേണ്ടത്. അപ്പോൾ ആ തരത്തിലുള്ള ചില കാര്യങ്ങളുടെ ഒരു ഓർഡറും അതിൻ്റെ ക്രമങ്ങളൊക്കെ ഇതുവഴി ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കിട്ടുകയാണ്. ഇതൊക്കെ തലച്ചോറിലേക്ക്, അവരുടെ മനോവികാസത്തിലേക്ക് ഇതെല്ലാം ഗണ്യമായിട്ടുള്ള സംഭാവന ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി എല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്ന മാതാപിതാക്കൾ സൂക്ഷിക്കണം. എല്ലാം ഞാൻ ചെയ്തു കൊടുക്കേണ്ട. രാവിലെ അവൻ എഴുന്നേൽക്കുമ്പം ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, ചോറ്റുപാത്രം ഉണ്ടാക്കി കൊടുക്കുന്നു, ബാഗ് ഓർഡറിലാക്കി കൊടുക്കുന്നു, ഞാൻ തന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അവനെ സ്കൂൾ ബസ്സിൽ കയറ്റുന്നു എന്ന് പറയുന്ന രീതിയിൽ അത് സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് പറയുന്ന മാതാപിതാക്കൾ സൂക്ഷിക്കണം. ഇത് സ്നേഹമല്ല. സത്യത്തിൽ അവർ ഓട്ടോണമിയിൽ നിന്ന്, സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള മിടുക്കിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോവുകയാണ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ വളർത്തലിൻ്റെ സംസ്കാരത്തിൽ ഈ കുഴപ്പമുണ്ട്. ഈ കുഴപ്പം പരിഹരിക്കേണ്ടതാണ്. വിദേശത്ത് നിന്നാലൊന്നും ഇത് അത്രയ്ക്ക് കാണില്ല. കാരണം അവരെല്ലാം കുട്ടികളെ ചെറുപ്രായത്തിലെ ഇൻഡിപെൻഡൻ്റ് ആക്കാനാണ് ശ്രമിക്കുക. പെൺകുട്ടികളുള്ള പാരൻസ് ആണെങ്കിലും ആൺകുട്ടികളുള്ള പാരൻസ് ആണെങ്കിലും ഈ രണ്ട് കുട്ടികളെ, ഈ ജെൻഡറിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടോ? അതായത് പെൺകുട്ടികളുള്ള കുട്ടികളെ ഡീൽ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ പെട്ടെന്ന് വാശി പിടിക്കും, അങ്ങനെ പൊതുവെ ഒരു ധാരണ നമ്മുടെ ഇടയിലുണ്ട് പാരൻറ്റിങ്ങിൽ. അല്ല, വളർത്തലിൽ തന്നെ ഒരുപാട് ജെൻഡറിങ് ഉള്ളൊരു സമൂഹമാണ് നമ്മുടെ. കാരണം പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ആവണം, ഇങ്ങനെയൊക്കെ പെരുമാറണ്ടേ എന്നുള്ള രീതിയിലുള്ള കുറേ ചിട്ടകളെല്ലാം വളർത്തിൽ തന്നെ അറിഞ്ഞോ അറിയാതെ വന്നു ചേരുന്നുണ്ട്. ആൺകുട്ടികൾക്ക് ഇങ്ങനെ ആവാം, ആൺകുട്ടികൾക്ക് വാശി കാണിക്കാം, ആൺകുട്ടികൾ കരയാൻ പാടില്ല, ആൺകുട്ടികൾക്ക് ദേഷ്യം കാണിക്കാം, ആൺകുട്ടികൾ അടുക്കളയിൽ കയറണ്ട, പാത്രം കഴുകണ്ട, വെറുതെ അങ്ങ് ഇരുന്നാൽ മതി. എന്നാൽ പെൺകുട്ടികൾ അങ്ങനെയൊന്നും പോരാ. പെൺകുട്ടികൾ അടുക്കളയിൽ കയറണം, അമ്മേനെ സഹായിക്കണം, പാചകം ചെയ്യണം, പാത്രം കഴുകണം. അങ്ങനെയുള്ള ജെൻഡർ റോൾസ് പലപ്പോഴും വളർത്തലിൽ വന്നു ചേരാറുണ്ട്. സത്യത്തിൽ കാലം മാറി. അതിനനുസരിച്ചിട്ട് നമ്മൾ ഇത്ര കണ്ട് വളർത്തലിൽ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ വളർത്തലിൽ തന്നെ വരുന്നൊരു പ്രശ്നമാണ് ഇപ്പോൾ പെൺകുട്ടികളെ എന്തെങ്കിലും രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടിൽ പെട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിയിലുള്ളൊരു ചൂഷണത്തിലോ അല്ലെങ്കിൽ ഒരു ലൈംഗിക ആക്രമണത്തിലോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മിണ്ടാതിരിക്കാനാണ് വീട്ടിൽ പഠിപ്പിക്കുക. വളർത്തലിൽ അങ്ങനെയാണ് വരിക. അടങ്ങി ഒതുങ്ങി മിണ്ടാതിരിക്കുക. ഇല വന്ന് മുള്ള വീണാലും മുള്ള ഇല വീണാലും കേടലയ്ക്കാണ് എന്നുള്ളൊരു നീതിശാസ്ത്രം പെൺകുട്ടികളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ പെൺകുട്ടികൾക്ക് വളർന്നു വരുമ്പം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തുറന്നു പറയാൻ ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ വളർത്തലിൽ അങ്ങനെ ചില ഒരു ജെൻഡർ സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ആൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം, പെൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം, ആൺകുട്ടിയല്ലേ അവൻ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാലോ നിന്ന് പഴച്ചോളും, എന്നാൽ പെൺകുട്ടി അങ്ങനെയല്ല, സൂക്ഷിച്ച് നിൽക്കണം. ഈ തരത്തിലുള്ള ചില സന്ദേശങ്ങളെല്ലാം വേർതിരിവുകളൊക്കെ അറിഞ്ഞോ അറിയാതെയോ പല വീടുകളിലെയും വളർത്തലിൽ വരുന്നുണ്ട്. അത് വരാൻ പാടില്ല. തുല്യതയിൽ ഊന്നിയിട്ടുള്ള രണ്ട് കൂട്ടരും, ആണും പെണ്ണും, തനതായിട്ടുള്ള വ്യക്തിത്വമുള്ള, തനതായിട്ടുള്ള കഴിവുകളുള്ള, സ്വതന്ത്രമായി ചിന്തിക്കാൻ പ്രാപ്തിയുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ കുട്ടികളെ വളർത്തേണ്ടത്. ആ തരത്തിലുള്ളൊരു സങ്കല്പം നമ്മുടെ വളർത്തലിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കുട്ടികളുടെ ഒരു പേഴ്സണൽ ഹൈജീൻ എങ്ങനെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം? പേഴ്സണൽ ഹൈജീൻ പൊതുവിൽ വീട്ടിലൊരു ചിട്ട വേണം. വ്യക്തി ശുചിത്വത്തിലും മറ്റുള്ള കാര്യങ്ങളിലും വീട്ടിലുള്ള പൊതുവായിട്ടുള്ള ചിട്ടകളാണ് പലപ്പോഴും കുട്ടികൾ പകർത്തുക. ഇപ്പോൾ വീട്ടിലെ അച്ഛനോ അമ്മയോ ഈ ശുചിത്വത്തിനൊരു വിലയും കൊടുക്കുന്നില്ല. അവർ തോന്നിയ പോലെ നടക്കുന്നു, അടുക്കും ചിട്ടയില്ല, എല്ലാം വലിച്ചു വാരിയിടും, വൃത്തിയായി സൂക്ഷിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവരുടെ കുട്ടിയോട് ശുചിത്വത്തിൻ്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇതിൽ മാതൃകയാക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അത്തരം ചിട്ടകൾ പാലിക്കുന്ന വീടുകളിൽ കുട്ടികളോട് വ്യക്തി ശുചിത്വം വേണം, ഭക്ഷണം കഴിച്ചാൽ വാ കഴുകണം, വൃത്തിയായി വസ്ത്രം ധരിക്കണം, കുളിക്കണം, ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ
അവർ ഉൾക്കൊള്ളും. പലപ്പോഴും മാതൃകകൾ വീട്ടിലില്ലാതെ വരുമ്പോഴാണ് ശുചിത്വത്തിൽ വീഴ്ച വരിക. ഇത് വളരെ പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൻറ്റിങ്ങിൽ നമ്മൾ എന്ത് പറയുന്നോ അതിൻ്റെ മാതൃകകളാകാൻ നമുക്കും കഴിയണം ഒരു പരിധി വരെയെങ്കിലും. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ കുട്ടികളെ വാശി പിടിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടിയുടെ ഭാഗത്ത് നമുക്കൊരു മോശമായിട്ട് അല്ലെങ്കിൽ കുട്ടി എന്തെങ്കിലും ചെയ്തു എന്ന് പറയുമ്പോൾ ഉപദ്രവിക്കുന്ന പാരൻസ് ഉണ്ട്. ഇപ്പം ശാരീരികമായിട്ട് ചെറിയൊരു അടിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ വഴക്ക് പറയുന്നതിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണെങ്കിൽ പോലും അത് കുട്ടിയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും അങ്ങനെ ഒരു പാരൻറ്റിങ്? കുട്ടി അഭിലഷണീയമല്ലാത്തൊരു പെരുമാറ്റം കാണിച്ചു എന്ന് വയ്ക്കുക, നോട്ട് ഡിസയറബിൾ, വികൃതി കാണിച്ചു, അതുമല്ലെങ്കിൽ ഒരു കുരുത്തക്കേട് കാണിച്ചു, അനിഷ്ടകരമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്തു, തീർച്ചയായിട്ടും അത് അനഭിലഷണീയമാണ് എന്ന് കുട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് എന്തുകൊണ്ട് ഈ കുട്ടി ചെയ്തത് തെറ്റായി എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരും. പല മാതാപിതാക്കളും ഈ പറഞ്ഞ് മനസ്സിലാക്കൽ, അതും ശാന്തമായുള്ള പറഞ്ഞ് മനസ്സിലാക്കൽ എന്നുള്ള ഒരു ഘട്ടമില്ലാതെ എടുത്തു ചാടി ചീത്ത വിളിക്കുകയോ തല്ലുകയോ ഒക്കെ ചെയ്യുന്ന ശൈലിയിലേക്ക് പോകാറുണ്ട്. ഞാനിപ്പോഴും ആലോചിക്കാറുള്ളൊരു കുട്ടിയുണ്ട്, ഒരു 7-8 വയസ്സുള്ള കുട്ടി. അവൻ്റെ കുരുത്തക്കേട് സഹിക്ക വയ്യാതെ അമ്മ അവനെ മാനസികാരോഗ്യ നിർദ്ദേശങ്ങൾക്കായിട്ട് കൊണ്ടുവന്നേക്കാണ്. ഭയങ്കര വികൃതിയാണവൻ. അവൻ അടങ്ങിയിരിക്കില്ല, ഓരോ സാധനങ്ങൾ തലകീഴായി മറിക്കും, അത്യാവശ്യം സാധനങ്ങൾ വലിച്ചെറിയും, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാണിക്കുന്ന കുട്ടിയാണ്. അനുസരണക്കേടുമുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള പ്രവൃത്തികൾ കാണുമ്പം അമ്മ അവനെ സ്ഥിരമായിട്ട് തല്ലി കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇവൻ നേരെയാവുന്നില്ല. അപ്പോഴാണ് ഡോക്ടറെ കാണിച്ചേക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത്. എൻ്റെ ദേഹത്ത് മുഴുവൻ അടിയുടെ പാടൊക്കെ ഉണ്ട്. അപ്പം അമ്മയെ മാറ്റി നിർത്തിയിട്ട് ഞാൻ അവനോട് ചോദിച്ചു, എന്തിനാണ് അമ്മ തന്നെ ശിക്ഷിക്കുന്നത്? അതെന്തിനാണെന്ന് മനസ്സിലാക്കി അതങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ നിൻ്റെ പ്രശ്നം തീരില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ആലോചിച്ചിട്ട് പറഞ്ഞു, അല്ല ഡോക്ടറെ, അമ്മ എന്നെ എന്തിനാ തല്ലുന്നതെന്ന് ഇത്രയും കാലം മനസ്സിലായിട്ടില്ല എനിക്ക്. എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അമ്മ തുള്ളിച്ചാടി പുറത്ത് ഏതെങ്കിലും ചെടിയുടെ കമ്പൊടിച്ച് വന്നിട്ട് എന്നെ പടപടാടാന്ന് അങ്ങ് അടിക്കും. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ അമ്മേനെ നോക്കുന്നത് ഈ ചില സിനിമയിലൊക്കെ ഭയങ്കര ദുഷ്ടയായിട്ടുള്ള സ്ത്രീകളില്ലേ, ആ സ്ത്രീകളിങ്ങനെ തുള്ളിച്ചാടി തല്ലുന്ന ആ ഒരു സീനാണ് എൻ്റെ മനസ്സിൽ വരിക. അപ്പം നിൻ്റെ മനസ്സിൽ വേറൊന്നുമില്ലേ? ഇല്ല, അമ്മ തല്ലുമ്പോൾ ഇങ്ങനെ മുടിയൊക്കെ ചപ്പറ ചിപ്പറയാവും. അത്യാവശ്യം സുന്ദരിയായിട്ടുള്ള അമ്മയാണ്, മുടിയെല്ലാം ചപ്പറ ചിപ്പറയാവും, സാരിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കും, വടി വെച്ചിട്ട് തുള്ളിച്ചാടി തല്ലിക്കൊണ്ടിരിക്കും. ഞാൻ അതാ ശ്രദ്ധിക്കാറില്ല. അപ്പം അമ്മയെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കുട്ടിയെ തല്ലുമ്പോൾ എന്ത് തെറ്റാണ് നിങ്ങളുടെ മകൻ ചെയ്തത് എന്ന് പറഞ്ഞു കൊടുത്ത് ശാന്തമായിട്ടാണോ അവനൊരു തിരുത്തലിന് വേണ്ടിയിട്ട് നിങ്ങൾ തല്ലുന്നത് ശരിയോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, ഈ തരത്തിലുള്ളൊരു ശിക്ഷണ നടപടിയിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു. അവരാലോചിച്ചിട്ട് പറഞ്ഞു, ഇല്ല ഡോക്ടറെ, ഇവൻ ഈ കുരുത്തക്കേട് കാണിക്കുമ്പോഴേക്കും എൻ്റെ കൺട്രോൾ അങ്ങ് പോകും, എൻ്റെ ദേഷ്യം അങ്ങ് വരും, പിന്നെ എൻ്റെ ബോധം പോകും, ഞാൻ തലങ്ങും വലങ്ങും അവനെ എടുത്തിട്ട് അടിക്കും. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ശിക്ഷിച്ചുകൊണ്ട് എന്താ പ്രയോജനം? കുട്ടിക്ക് മനസ്സിലാവേണ്ട എന്താ തെറ്റെന്ന്, ഒരു ബുദ്ധിപരമായിട്ടുള്ളൊരു വർത്തമാനം വേണ്ടേ? നീ ഇന്നത് ചെയ്ത് തെറ്റാണ്, അത് ആവർത്തിക്കരുത്, അത് ആവർത്തിക്കുകയാണെങ്കിൽ അതിന് നിനക്ക് അപ്രിയമായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ടാവും, അത് ചിലപ്പോൾ തല്ലായിരിക്കാം, വേറെ വലുതുമായിരിക്കാം, നിനക്കിത് ഓർക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടല്ലേ ഇത് ചെയ്യേണ്ടതെന്ന്. അപ്പോഴാണ് അവരങ്ങനെ ഒരു തത്വം ആലോചിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ തല്ലിക്കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന്. 8 വയസ്സുള്ള കുട്ടി സ്വയമേ കണ്ടുപിടിക്കണം എന്തിനാണ് അമ്മ തല്ലിയെന്നുള്ളത്. അപ്പോൾ ഈ തരത്തിൽ ശിക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചില മാതാപിതാക്കളുടെ പേരൻറ്റിങ് ശൈലിയിൽ തല്ലുകയും താഴ്ത്തി പറയുകയും ചീത്ത പറയുകയും ചെയ്യുന്നതൊക്കെയാണ് അവരുടെ ഒരു സ്ഥിരം സ്റ്റൈൽ. വലിയ അപകടം ചെയ്യുന്ന കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് ഈ തരത്തിൽ വെർബൽ അബ്യൂസോ അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസോ ശിക്ഷണ നടപടി എന്നുള്ള ലേബലിൽ കിട്ടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലച്ചോറിലെ വികാസത്തിന് തന്നെ താളം തെറ്റാം. ബ്രെയിനിലെ
ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ സെൽഫ് കൺട്രോള്, വൈകാരിക നിയന്ത്രണത്തിനൊക്കെ ഒരുപാട് സഹായിക്കുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ വോളിയം കുറയുന്ന പറയുന്നത്. ഈ പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമിഗ്ഡല, ആങ്സൈറ്റി, അവരെപ്പോഴും വിജിലൻ്റ് ആയിരിക്കും. എപ്പോഴാണ് ഈ തല്ല് വരണേന്നുള്ള രീതിയിൽ അവരുടെ ജീവിതത്തിൽ പോലും എന്തെങ്കിലും ത്രട്ട് വരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ആകുലതയോ അല്ലെങ്കിൽ ആ വിജിലൻസോ ആയിരിക്കും അവരെ നയിക്കുന്നത്. അപ്പോൾ അവർ സമൂഹത്തിൽ നിന്നൊന്നും കണ്ടുപിടിക്കണില്ല, അവർ പാഠങ്ങൾ പഠിക്കുന്നില്ല. അപ്പോൾ ആ തരത്തിൽ അവരുടെ വൈകാരിക നിയന്ത്രണവും അവർക്ക് ശരിതെറ്റുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വൈഭവവും എല്ലാം ഈ സ്ഥിരമായിട്ടുള്ള തല്ലും വെർബൽ അബ്യൂസും കവർന്നെടുക്കും. സത്യത്തിൽ എന്താ വേണ്ട ഒരു ശിക്ഷണ നടപടിയുടെ? നമ്മൾ ബാഹ്യമായിട്ടുള്ള ചില നടപടികളിലൂടെ കുട്ടികൾക്ക് ചില സൂചനകൾ കൊടുക്കുകയാണ്. നീ ചെയ്തത് തെറ്റ്, അത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള സൂചനകൾ കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ നമ്മൾ ബാഹ്യമായിട്ടുള്ള ചില പ്രവൃത്തികളിലൂടെ തല്ലാണ് ശരി എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. ഇവരുടെ ഉള്ളിലൊരു തെർമോമീറ്റർ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ധർമാധർമ്മങ്ങളെ കുറിച്ചിട്ട്, ശരിതെറ്റുകളെ കുറിച്ചിട്ട് അവർക്ക് ഏത് സാഹചര്യത്തിലും നാളെ വളർന്ന് ഹോസ്റ്റലിൽ പോയാലും ശരിതെറ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലിനുള്ള ഒരു തെർമോമീറ്റർ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുകയാണ് വേണ്ടത്. ഈ തല്ലുകളാവുമ്പം അവരുടെ ഉള്ളിൽ ഇത് പ്രതിഷ്ഠിക്കപ്പെടുന്നില്ല. അവരിതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കുന്നില്ല. കാരണം അവരെപ്പോഴും ഈ പുറത്തുനിന്നുള്ള തല്ലാണ് കിട്ടുന്നത്. അല്ലാതെ അവരുടെ ഉള്ളിൽ ഇല്ല ഇത് ശരിയല്ല എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഡെവലപ്പ് ചെയ്യുന്നില്ല. അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയെ ശാന്തമായി വിളിച്ചിരുത്തിയിട്ട് നമ്മളും ശാന്തത പാലിക്കണം, പേരൻസും ശാന്തത പാലിക്കണം. വൈകാരിക പ്രകടനത്തിന് പോയി കഴിഞ്ഞാൽ അവരുടെ കോപപ്രകടനത്തിനാവും മുൻതൂക്കം വരുന്നത്. അപ്പോൾ ആ ശാന്തതയോടെ കുട്ടിയോട് ഇന്നത് ശരിയായില്ല, അതിനി ആവർത്തിക്കാൻ പാടില്ല, അതുകൊണ്ട് നിനക്ക് അപ്രിയമായിട്ടുള്ളൊരു സാഹചര്യം ഞാൻ ഒരുക്കുകയാണ്. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോയി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോവാണ്, നീ ഇന്ന് വരുന്നില്ല. അടുത്ത പ്രാവശ്യം ഈ തെറ്റ് ചെയ്യുമ്പോൾ നീ ഓർക്കും എന്തുകൊണ്ട് എനിക്ക് ആ സന്തോഷം കിട്ടിയില്ല. അതുമല്ലെങ്കിൽ നാളെ നീ കളിക്കേണ്ട സമയത്ത് 2 ദിവസം നിന്നെ കളിക്കാൻ വിടുന്നില്ല. അതുമല്ലെങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1 മണിക്കൂർ സമയം ഗെയിമിന് അല്ലെങ്കിൽ ടെലിവിഷനിലോ തന്നത് അടുത്ത 3 ദിവസത്തേക്ക് ഇല്ല. ഇതൊക്കെ കുട്ടികൾ വളരെ വേഗം ഓർക്കും. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അമ്മ ചെയ്ത പോലെ ചടപടാന്ന് കുറേ തല്ല് അല്ലെങ്കിൽ വടി ഒടിയുന്നവരെ തല്ലുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ മനസ്സിൽ ഒന്നും കയറില്ല. ഈ കുട്ടിയുടെ മനസ്സിൽ ഈ തെർമോമീറ്റർ പ്രതിഷ്ഠിക്കപ്പെടുകയില്ല. തെറ്റിന് ആനുപാതികമായിട്ടായിരിക്കണം ശിക്ഷ. ചില സമയത്ത് തെറ്റ് ചെയ്യുമ്പം ശിക്ഷയില്ല, ചില സമയത്ത് തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷ കൊടുക്കും. അങ്ങനെ ആവാൻ പാടില്ല. എല്ലായ്പ്പോഴും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകേണ്ട ഒരു സംഗതിയാണ്. അത് തെറ്റിനുള്ള ശിക്ഷ കൊടുക്കുന്ന മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടി നല്ലത് ചെയ്യുമ്പോൾ നന്നായി അനുമോദിക്കണം. അതുപോലെ കുട്ടിയോട് പറയുകയും വേണം, നീ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തു, പക്ഷെ നീ എത്ര നല്ല കുട്ടിയാണ്, നിന്നെ ശിക്ഷിക്കുന്നത് ഈ തെറ്റിനാണ്, നിന്നെയല്ല. നീ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ നല്ല കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ശിക്ഷ അല്ലെങ്കിൽ അപ്രിയ സാഹചര്യം ഒരുക്കുന്നത് നീ ചെയ്ത തെറ്റിനാണ്, നീ ഇപ്പോഴും നല്ല കുട്ടിയാണ്, മിടുക്കനായിട്ടുള്ള കുട്ടിയാണ്, നിൻ്റെ ഈ പ്രവൃത്തി മാത്രമാണ് ശരികേടായത് എന്ന് രണ്ടിനെയും വേർതിരിച്ച് പറയേണ്ടി വരും. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടാൽ മാത്രമേ ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിൽ ഈ ശരിതെറ്റുകളെക്കുറിച്ചിട്ടുള്ള തെർമോമീറ്റർ ഉണ്ടാവുകയുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ശിക്ഷണത്തിൽ നിന്ന് മാറി സ്വതന്ത്രമായിട്ട് ദൂരെ എവിടെയെങ്കിലും ഹോസ്റ്റലൊക്കെ താമസിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ശരിതെറ്റുകളെക്കുറിച്ചിട്ടുള്ള ബോധ്യം ഉണ്ടായിട്ട് അവർ നല്ല രീതിയിൽ ജീവിക്കുള്ളൂ. അതിപ്പോൾ കുട്ടികളെ നമ്മൾ തല്ലാൻ പാടില്ല. അപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് കൈയെങ്കിലും ഇങ്ങനെ ഒന്ന് ഓങ്ങണം. അപ്പോൾ ആ അടി പേടിച്ചിട്ട് അവർ പിന്നെ ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യില്ല എന്നോട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിക്കുള്ളൊരു പ്രോപ്പർ പാരന്റിങ് ആണോ? അതും ശരിയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആംഗ്യത്തിൽ ഒരുപക്ഷെ അടിയുടെ വേദന കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ പോലും എന്നെ അടിക്കാൻ ഓങ്ങുന്ന മാതാപിതാക്കൾ എന്നുള്ളൊരു ധ്വനിയാണ് വരുന്നത്. അപ്പോൾ അത്തരം അഭിനയങ്ങളെക്കാൾ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടി ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പിൻവലിച്ചും കുട്ടിയോട് ആ സ്നേഹം കൈവിടാതെ, എന്ത് ഗുരുതരമായിട്ട് തെറ്റ് ചെയ്താലും സ്നേഹം കൈവിടാതെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു ശിക്ഷണ നടപടിയിലേക്കോ തിരുത്തലിലേക്കോ പോകുന്നതാണ് നല്ലത്. കൈ ഓങ്ങുമ്പോൾ അതിലൊരു ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്.
നമ്മൾ ആരാണേലും മുതിർന്നവരാണേലും ഒരു ഭീഷണിയുടെ അല്ലെങ്കിൽ ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വല്ലതും പോവുമോ? ഒന്നും പോവില്ല. പ്രത്യേകിച്ച് ഈ തരത്തിലുള്ള വെർബൽ ആൻഡ് ഫിസിക്കൽ വേസ് ഓഫ് പണിഷ്മെൻ്റ് ഉള്ള സാഹചര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും ഫ്രോണ്ടൽ കോർട്ടെക്സിനും വരുന്ന പരിക്കുകൾ ആലോചിക്കുമ്പം ഇവർക്കൊരു സോഷ്യൽ കൊഗ്നീഷൻ ഇല്ലാതെ പോകും. സമൂഹത്തിൽ നിന്ന് ചുറ്റുമുള്ള കാര്യങ്ങൾ കണ്ടുപഠിക്കാനുള്ള വൈഭവം പോലും ഇല്ലാതെയാവും. അപ്പോൾ അതുകൊണ്ട് ഭീഷണിയും ഭയവും സൃഷ്ടിച്ചല്ല, കുറേ കൂടെ ബുദ്ധിപരമായിട്ടുള്ള എന്നാൽ സ്നേഹത്തിൻ്റെ അന്തരീക്ഷം കൈവിടാതെ വേണം ശിക്ഷണ നടപടികൾ നടപ്പിലാക്കാൻ. അതിന് പക്ഷേ ക്ഷമ വേണം കേട്ടോ. അതിന് കുറച്ചുകൂടെ കുട്ടിയെ മനസ്സിലാക്കാനുള്ളൊരു ഒരു ടെമ്പർമെൻറ്റും വേണം. അതില്ലാതെ ഇത് നടക്കില്ല. പല മാതാപിതാക്കൾക്കും അതില്ലാതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് പല കുട്ടികളും വളർന്നു വരുമ്പോൾ ടീനേജിലോ യുവത്വത്തിലോ ഒക്കെ എത്തുമ്പോഴേക്കും വളരെ പ്രശ്നക്കാരായി മാറുന്നത്. നിരന്തരം തല്ലുകൊണ്ട് വളരുകയും നിരന്തരം ചീത്ത കേട്ട് വളരുകയും ചെയ്യുന്ന കുട്ടികൾ വളർന്നു വരുമ്പം അവർ അഗ്രസീവ് ആവാറുണ്ട്, അവർ വയലൻസിലേക്ക് പോകാറുണ്ട്, അവരുടെ വൈകാരിക നിയന്ത്രണം അവതാളത്തിലാവാറുണ്ട്, അവരുടെ വ്യക്തിത്വം തന്നെ താളം തെറ്റാറുണ്ട്. അപ്പം നമ്മളൊരു കുഞ്ഞിനെ കുഞ്ഞല്ലേ, എൻ്റെ കുഞ്ഞല്ലേ, ഞാൻ എന്തും ചെയ്യും എന്നുള്ള വിചാരത്തോടെ ഈ തരത്തിൽ ശിക്ഷണ നടപടികൾ നടപ്പിലാക്കിയാൽ ചിലപ്പം യുവത്വത്തിലേക്ക് എത്തുമ്പം നമ്മളെ തല്ലുന്ന ഒരു മകനെയോ അല്ലെങ്കിൽ മകളെയോ ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ നമ്മൾ കുട്ടികളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാമിലി ടൈം വരെയാണ്. അപ്പോൾ ഇതുപോലെ പാരൻസ് ആ ടൈമിൽ ഫോൺ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടേതായ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് മാറിയിരിക്കുകയോ ചെയ്യുമ്പോൾ അത് കുട്ടികളെ എത്രത്തോളം ബാധിക്കാറുണ്ട്? നോക്കൂ, ഫാമിലി ടൈം എന്ന് നമ്മളിപ്പോൾ ഒരു ആലങ്കാരികമായിട്ട് ഇങ്ങനെ പറയാറുണ്ടെങ്കിലും എത്ര വീടുകൾ അത് പാലിക്കുന്നുണ്ട്? ഒരുമിച്ചിരുന്ന് ഫോൺ മാറ്റിവെച്ച് പരസ്പരം മുഖാമുഖം സംസാരിക്കുകയും വിശേഷങ്ങൾ ചോദിക്കുകയും സന്തോഷങ്ങൾ പങ്കിടുകയും തമാശ പറയുകയും ഒരുപക്ഷെ കേട്ട കഥ വീട്ടിൽ മറ്റുള്ളവരോട് പറയുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഒരമണിക്കൂറെങ്കിലും ഉള്ള വീടുകൾ എത്ര എണ്ണമുണ്ട്? ഇത് സത്യത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവശ്യം വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് സാമൂഹികവൽക്കരണം, സോഷ്യലൈസേഷൻ. ഇപ്പം ഞാനും ഹരിതയും കൂടെ സംസാരിക്കുമ്പം ഹരിതയുടെ മുഖത്ത് നോക്കി സംസാരിക്കുകയും ഹരിതയുടെ മുഖത്തുണ്ടാവുന്ന വിഷമങ്ങളും സങ്കടങ്ങളും തിരിച്ചറിഞ്ഞിട്ട് എന്തിനാ സങ്കടപ്പെടണമെന്ന് ചോദിക്കാനുള്ള വൈഭവം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ആശയവിനിമയം ഉണ്ടാവണമെങ്കിൽ നമുക്ക് കുറച്ച് സാമൂഹികവൽക്കരണത്തിൻ്റെ വൈഭവങ്ങൾ വേണം. അതൊക്കെ ഉണ്ടാവണമെങ്കിൽ സ്കൂളിൽ അതിനുള്ള കുറച്ച് സാഹചര്യങ്ങളുണ്ട്. പക്ഷേ എത്ര സ്കൂളുകൾ അതൊരു പ്രധാന വിഷയമായി കണക്കാക്കുന്നു എന്ന് അറിയില്ല. പഠിപ്പിക്കലും പരീക്ഷയിടലും ഒക്കെ ആയിട്ടുള്ള ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷെ വീട്ടിൽ നമുക്കത് ശ്രദ്ധയോടെ ചെയ്യാം. ഈ തരത്തിലുള്ള വർത്തമാനമൊക്കെ ഉണ്ടാകുമ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ സാമൂഹികവൽക്കരണത്തിൻ്റെ വൈഭവങ്ങൾ ആർജിക്കുകയാണ്. മൊബൈൽ ഫോൺ ഒരു വലിയ വില്ലനായിട്ടാണ് വീടുകളിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു പ്രസവ വാർഡിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല അമ്മമാരും കുഞ്ഞിനെ മുല കൊടുത്തുകൊണ്ട് മറുകയിൽ ഫോണെടുത്ത് ഫോണിൽ ഈ കുട്ടിയെ ജനിച്ചതിൻ്റെ കൺഗ്രാജുലേഷനോ അല്ലെങ്കിൽ കുട്ടിയെ നോക്കുന്നതിൻ്റെ റീൽസൊക്കെ വരുന്നത് നോക്കി ഇരിക്കുന്ന കാണും. ഈ അമ്മയുടെ വിചാരം എന്താണ്? കുട്ടിയൊന്നും കാണുന്നില്ലെന്നാണ്. നവജാത ശിശു പോലും ആ കുട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചുറ്റുമുള്ള കാഴ്ചകളിൽ നിന്ന് പലതും ആ പിഞ്ചു മനസ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ ശ്രദ്ധയുള്ള സാധനം ഏത് എന്നുള്ള രീതിയിൽ ആ കുട്ടിയുടെ ഇളം മനസ്സിലേക്കൊരു ചിന്ത പോയി കഴിഞ്ഞാൽ എന്നെ താലോലിക്കേണ്ട, എന്നെ മലയൂട്ടുമ്പോൾ തോളത്ത് തട്ടണ്ട, എന്നെ കൊഞ്ചിക്കേണ്ട അമ്മ ഇത്ര കൗതുകത്തോടെ നോക്കുന്ന സാധനം എന്ത് എന്നുള്ള രീതിയിലേക്കുള്ളൊരു ചിന്ത പോയി കഴിഞ്ഞാൽ ഇളം പ്രായത്തിൽ തന്നെ നമ്മൾ അവഗണനയുടെ വിത്തുകൾ ഇടുകയല്ലേ ചെയ്യുന്നത്, നെഗ്ലക്റ്റിൻ്റെ വിത്തുകൾ ഇടുകയാണ് ചെയ്യുന്നത്. പഠനങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ രീതിയിൽ ഉള്ള ഒരു ശീലങ്ങൾ കഴിയുന്നത്ര കുട്ടിയെ ഫീഡ് ചെയ്യുമ്പോഴും കെയർ ചെയ്യുമ്പോഴും ഒഴിവാക്കണം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ കുട്ടിയുടെ ഇളം മനസ്സിലേക്ക് ഐ ആം ബീയിങ് നെഗ്ലക്റ്റഡ് എന്നുള്ളൊരു ഫീലിംഗ് കയറ്റി വിടുകയാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മുടെ വളർത്തലിൽ അതിൻ്റേതായിട്ടുള്ള ചില പൊട്ടും പൊടിയൊക്കെ വന്നു കയറി കഴിഞ്ഞാൽ ഇത് ആംപ്ലിഫൈഡ് ആവും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഫാമിലി ടൈം മസ്റ്റാണ്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ആഹാരത്തിൽ ചില പോഷകാഹാരങ്ങൾ, വൈറ്റമിനൊക്കെ ആവശ്യം എന്ന് പറയുന്ന പോലെ വീട്ടിൽ ഫാമിലി ടൈം വേണം. അത് കുട്ടികളുടെ വളർച്ചയ്ക്ക്, പേരൻറ്റിങ്ങിൽ
വലിയ ശക്തി നൽകുന്നതാണ്. ഇപ്പോൾ ചില പാരൻസ് ഉണ്ട് ഡോക്ടർ, അതായത് കുട്ടികളെ ചിലപ്പോൾ വാശി പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ മാർക്ക് കുറയുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്നൊരു എമർജൻസി ഇൻ്റർവെൻഷൻ നടത്തിയിട്ട് കുട്ടികളെ ഇപ്പോൾ ചീത്ത പറയുന്നവരാവാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പാരൻസ് ഉണ്ട്. അപ്പോൾ അത് ഒരു പ്രോപ്പർ പാരൻറ്റിങ് ആണോ? നോക്കൂ, നമ്മുടെ നാട്ടിൽ മാതാപിതാക്കൾ എപ്പോഴാണ് ഈ പാരൻറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ ബോധേഡാവുന്നതെന്ന് അറിയോ? പലപ്പോഴും കുട്ടിയെ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ എത്തുമ്പോഴാണ് പെട്ടെന്ന് ചാടി കയറി എന്നാൽ പാരൻറ്റിങ് അങ്ങ് ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. കാരണം 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങണം, അത് കഴിഞ്ഞ് 11ലും 12ലും അവർ ഉദ്ദേശിക്കുന്ന ഒരു സബ്ജക്റ്റ് സ്ട്രീമിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ അഡ്മിഷൻ കിട്ടണം, എൻട്രൻസ് കോച്ചിങ് പാസ്സാവണം. ഈ തരത്തിലുള്ള ഒരു ലക്ഷ്യം വരുമ്പോഴാണ് പലപ്പോഴും ഈ പാരൻറ്റിങ് എന്ന് പറയുന്ന സംഭവമായിട്ട് ഇറങ്ങുന്നത്. ചെറുപ്രായത്തിലൊക്കെ കുട്ടികൾ അങ്ങനെ കളിച്ച് വളർന്നോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ പൊക്കോട്ടെ എന്നാ വിചാരിക്കുക. സത്യത്തിൽ പാരൻറ്റിങ് ഒരു കുട്ടി ഗർഭത്തിൽ ഉടലെടുക്കുന്ന കാലം തൊട്ട് തന്നെ തുടങ്ങണം. മനസ്സിലായില്ല, ഞാൻ ഏത് തരത്തിലുള്ള പേരൻ്റ് ആവണം, എൻ്റെ കുട്ടീനെ ഞാൻ എങ്ങനെ വളർത്തണം എന്നുള്ള രീതിയിലേക്കുള്ള ചിന്തകൾ വേണം. എല്ലാ പ്രായത്തിലും പാരൻറ്റിങ് ഉണ്ട്. പക്ഷെ നമ്മൾ എടുത്ത് ചാടി ഈ പ്രായമൊക്കെ എത്തുമ്പോഴേക്കും കുട്ടി പഠനത്തിന് തടസ്സം ചെയ്യുന്ന രീതിയിലുള്ള ചില പ്രവർത്തികൾ ചെയ്യുന്നു. അതുമല്ലെങ്കിൽ മറ്റ് ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ചില പെരുമാറ്റ വൈകല്യങ്ങൾ കാണിക്കുന്നു. ഇതൊക്കെ കാണിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു എമർജൻസി പാരൻറ്റിങ് അങ്ങ് തുടങ്ങും. മനസ്സിലായില്ല, ഇവനെ ഒന്ന് നേരെയാക്കിയിട്ടേ ഇനി കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഇവളെ ഒന്ന് നേരെയാക്കിയിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എടുത്ത് ചാടി പുറപ്പെടും. സത്യത്തിൽ പാരൻറ്റിങ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ 1 വയസ്സുള്ള ഒരു കുട്ടിയെ പാരൻ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ജനിച്ച ഉടനെ തന്നെ ആ ഒരു പാരൻറ്റിങ്ങിൻ്റേതായിട്ടുള്ള ആ പ്രായത്തിലുള്ള ചില തത്വങ്ങൾ പാലിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാതെ വന്നിട്ട് അവസാനം 10-13 വയസ്സാകുമ്പോഴേക്കും നമ്മൾ പാരൻറ്റിങ്ങിൻ്റെ കൊടുവാളും എടുത്തിറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഈ 3 വയസ്സുള്ള കുട്ടികളെ കൊണ്ടൊക്കെ ആശുപത്രിയിലോ അല്ലെങ്കിൽ ബാങ്കിലോ ഓഫീസിലൊക്കെ വരുമ്പോഴേക്കും കുട്ടികളെ അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് കൊടുക്കും. കുട്ടിക്കത് കൃത്യമായിട്ട് അറിയാം. അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ഈ തരം ഒരു ഓഫീസിൽ പോകുമ്പം എന്നെ പുറത്ത് ഇരുത്തി അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവൻ തന്നെ ചോദിക്കും, ഫോൺ എന്ന് ചോദിക്കും, നമ്മൾ ഫോൺ എടുത്ത് കൊടുക്കും. ഈ ശീലം പഠിപ്പിച്ചിട്ട് നമ്മൾ ഒരു 10 വയസ്സ് 12 വയസ്സാകുമ്പോഴേക്കും ഇവൻ ഫോണിന് വേണ്ടി ബഹളം കൂട്ടുകയും പഠിത്തത്തിനെ ഒഴിവാക്കിയിട്ട് ഫോൺ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴേക്കും നമ്മൾ ഉടനെ പേരൻ്റായി. ഇത് പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തുടക്കത്തിലേ നമുക്കൊരു നയമില്ല. പെട്ടെന്ന് നമ്മളൊരു എമർജൻസി പാരൻറ്റിങ് തുടങ്ങുന്നു. ഒരു വെറുതെ കാണിക്കുമ്പോഴേക്കും ഉടനെ നമ്മൾ പാരൻറ്റിങ്ങിൻ്റെ ചില തത്വശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്നു. എങ്ങനെയാണ് കുട്ടി ഉൾക്കൊള്ളുക? കാരണം ഒരു തുടർച്ച ഉണ്ടായിട്ടില്ല. എൻ്റെ മാതാപിതാക്കൾ എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു, എനിക്ക് വേണ്ട നല്ല പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്താലാണ് ഇവർ സന്തോഷിക്കുക, ഞാൻ എന്ത് ചെയ്താലാണ് ഇവർക്ക് ദേഷ്യം തോന്നുക, ഈ തരത്തിലുള്ള ഒരു സങ്കല്പവും ആ പ്രായം എത്തും വരെ ഉണ്ടാവില്ല. ആ തരത്തിൽ അവർ പ്രവർത്തിച്ചിട്ടും ഉണ്ടാവില്ല പല മാതാപിതാക്കളും. പലരും വളരെ ഉദാരമനസ്കരായിട്ട് പെരുമാറാറുമുണ്ട്. കുഞ്ഞല്ലേ, അവനൊരു ഇച്ചിരി വികൃതി കാണിച്ചു എന്ന് വെച്ചാൽ എന്താ കുഴപ്പം? ചിലപ്പം അടുത്ത വീട്ടിലെ കുട്ടിക്കിട്ട് ഒരു ഇടി വെച്ച് കൊടുത്തിട്ട് വന്ന് നിൽക്കുമ്പം അവർ പരാതിയൊക്കെ പറയുമ്പം അവരൊന്ന് ആശ്വസിപ്പിച്ച് വെച്ചിട്ട് അവർ തമ്മിൽ പറയാം, 6 വയസ്സല്ലേ ആയുള്ളൂ, പിള്ളേർക്ക് അങ്ങനെ കൺട്രോളൊന്നുമില്ലല്ലോ, ചെറിയ ഇടി വെച്ചു, സാരമില്ലട മോനെന്ന് പറയും. മനസ്സിലായി? ഇതേ കുട്ടി കുറച്ചുകൂടെ മുതിർന്ന് കഴിയുമ്പം ഇതേ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ രീതിയിൽ പറയും. അപ്പോൾ പേരൻറ്റിങ്ങിന് പൊതുവായിട്ടുള്ളൊരു തത്വം വേണം. ഇറ്റ്സ് നോട്ട് ആൻ എമർജൻസി ആക്ടിവിറ്റി, ഇറ്റ്സ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി. അത് ഗർഭഗൃഹത്തിലുള്ളപ്പോൾ മുതലേ പ്ലാൻ ചെയ്ത് ജനിക്കുമ്പോൾ മുതലേ അത് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നമുക്ക് ഒരു കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരുപക്ഷെ കുട്ടിക്ക് വിശന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ കുട്ടിയുടെ ഏതെങ്കിലും ഭാഗത്ത് വേദന ഉണ്ടായിട്ടാവും. ഉടനെ നമ്മൾ ശ്രദ്ധിക്കും. ചില പ്രായങ്ങളിൽ കുട്ടികൾക്ക് അറ്റൻഷൻ കൂടുതൽ വേണം. ആ സമയത്ത് നമ്മൾ അറ്റൻഷൻ കൊടുക്കും. ഒരു 13 വയസ്സുകാരൻ അറ്റൻഷന് വേണ്ടി കോപ്രായം കാണിച്ചാൽ എന്ത് ചെയ്യും? വഴക്ക് പറയും. കൊടുക്കുകയല്ല വേണ്ടത്, നീ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക വേണ്ടത്. അപ്പോൾ ചില പ്രായങ്ങളിൽ കുട്ടികൾക്ക് അറ്റൻഷൻ വേണം, അറ്റൻഷൻ സീക്കിംഗ് ആണ്. ആ സമയത്ത് ചിലപ്പം റെഗുലേറ്റഡ് ആയിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുക്കണം. ചിലപ്പം അതാണ് കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷ. 1 വയസ്സുള്ളൊരു കുട്ടി കരയുമ്പം അവൻ അറ്റൻഷന് വേണ്ടി കരയാണ്, വിശന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേദനിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അമ്മേനെ കാണാതെ ഉള്ളതിൻ്റെ ഒരു സങ്കടമായിരിക്കാം.
നമ്മളത് കൊടുക്കുമ്പോൾ കുട്ടിക്ക് തോന്നും എനിക്ക് ശ്രദ്ധ കിട്ടി, അപ്പോൾ എന്നോട് സ്നേഹമുണ്ട് എന്ന് തോന്നി. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മൊബൈൽ നോക്കിയിരിക്കുകയാണെങ്കിൽ എന്നോട് സ്നേഹമില്ല എന്ന് കുട്ടിക്ക് തോന്നിപ്പോകും. പ്രായമേറുന്തോറും സ്നേഹമുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള മെത്തേഡ്സ് ഡിഫറൻ്റാണ്, വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ മാറ്റി മാറ്റി പ്രയോഗിക്കേണ്ടി വരും, പരിഷ്കരിക്കേണ്ടി വരും, ആ കണ്ണി മുറിയാതെ നോക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു ന്യൂ വേൾഡിൽ അല്ലെങ്കിൽ ഒരു ന്യൂ ജനറേഷനിൽ ഇപ്പോൾ ആസ് എ പാരൻറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്? എന്താണ് ഈ ന്യൂ വേൾഡിൻ്റെ പ്രത്യേകത എന്നായിരുന്നു എനിക്ക് തോന്നുന്നത്? ഐ തിങ്ക് ഇപ്പോൾ നമുക്ക് ഫോണാണെങ്കിലും അല്ലെങ്കിൽ പൊതുവേ ഒരു സോഷ്യൽ സ്കിൽസ് കുറവാണ് ഇപ്പോൾ നമ്മുടെ ഇടയിൽ. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പോൾ കുട്ടിയാണെങ്കിൽ പോലും പാരൻ്റ് ചിന്തിക്കാത്ത പല രീതിയിലാണ് അവൻ, കാരണം സോഷ്യൽ മീഡിയാസിൽ നമ്മളെക്കാൾ ആക്റ്റീവാണ് കുട്ടികൾ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നൊരു ജനറേഷനിൽ നമ്മൾ പണ്ട് കണ്ടൊരു പാരൻറ്റിങ് അല്ല ഇപ്പോൾ കാണുന്നത്, പലരും മാറിയിട്ടുണ്ട്. ഒരു ജെൻറ്റിൽ പാരൻറ്റിങ് ഒരു ടേം തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസ് എന്താണ്? ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ ഹരിത പറഞ്ഞത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നമ്മുടെ കുട്ടികൾ പിറന്നു വീഴുന്നത് ഡിജിറ്റൽ ലോകത്തിലേക്കാണ്. അവർ ഡിജിറ്റൽ നേറ്റീവ്സാണ്. ഏത് രാജ്യത്ത് പറന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഭാരതത്തിൽ പറന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ശരിയായ ടെർമിനോളജി ഡിജിറ്റൽ ലോകത്തേക്ക് പറന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് ബോർഡേഴ്സ് ഇല്ല. ഡിജിറ്റൽ ലോകത്തിൽ പറന്നു വീണ് കഴിഞ്ഞാൽ നമുക്ക് അതിർത്തികളില്ല. ഒരുപക്ഷെ ഒരു 8 വയസ്സുള്ള കുട്ടിക്ക് ചങ്ങാത്തം കെനിയയിലുള്ള അല്ലെങ്കിൽ കൊറിയയിലുള്ള ചെക്കനുമായിട്ടായിരിക്കാം. അല്ലെങ്കിൽ അപ്പം അതിർവരമ്പുകൾ മുഴുവൻ പോകുന്ന ഒരു പുതിയ ലോകത്തിലേക്കാണ് കുട്ടികൾ ജനിച്ച് വീഴുന്നത്. സ്ക്രീനാണ് അവരുടെ പ്രധാന സോഷ്യലൈസേഷൻ ഓബ്ജക്റ്റ്. പണ്ടൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കഥ പറഞ്ഞു കൊടുത്തും പഴങ്കഥ ചൊല്ലിക്കൊടുത്തൊക്കെയാണ് കുട്ടികൾ വളർന്നിരുന്നത്. നമ്മളൊക്കെ അങ്ങനെയാണ് വളർന്നേക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം സ്ക്രീനാണ് ഇവർക്ക് ലോകത്തിനെ കുറിച്ചിട്ടുള്ള അറിവ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു ഗുണമുണ്ട്, പല കുട്ടികൾക്കും ഒരുപാട് അറിവുകളുണ്ട്. നോളജ് ഇസ് വാസ്റ്റ്. അവരുടെ കരവിരുത് വളരെ ഫാസ്റ്റാണ്. കാരണം സ്ക്രോൾ ചെയ്യാനും ടെക്സ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള കഴിവുകളൊക്കെ വളരെ ഫാസ്റ്റാണ്. പക്ഷെ ഇതിൽ വരുന്നൊരു കുഴപ്പം, നമ്മളൊക്കെ പറയും ഈ എന്താ പറയുക, മുഖം തിളങ്ങി നിൽക്കുന്ന ഒരു ഗ്ലോ ജനറേഷനാണ് ഇപ്പോഴുള്ളതെന്ന് പറയാം. എന്താണ് ഈ ഗ്ലോയുടെ അടിസ്ഥാനം? ഈ സ്ക്രീനിൻ്റെ വെളിച്ചമാണ്. ഇങ്ങനെ മിക്കവാറും എപ്പോഴും സ്ക്രീൻ ഉപയോഗിക്കുന്ന കാരണം അവരുടെ മുഖം എപ്പോഴും നല്ല തിളങ്ങി നിൽക്കും. പക്ഷേ ഈ തിളക്കം മനസ്സിലേക്ക് വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ തിളക്കം മനസ്സിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സ്ക്രീനിലൂടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. നമ്മളത് റെഗുലേറ്റ് ചെയ്യുന്നില്ല. നമ്മളൊരു ഡിജിറ്റൽ യൂസ് ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നില്ല, ഒരു അച്ചടക്കം ഉണ്ടാക്കുന്നില്ല. ചെറുപ്രായത്തിലെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. 2 രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഈ പുതിയ ലോകത്തിലുള്ളത്. ഒന്ന്, എത്രമാത്രം സമയം നിങ്ങൾ ഈ ഡിജിറ്റൽ ലോകത്തിൽ അഭിരമിക്കുന്നു എന്നുള്ളതാണ്. ഹൗ മച്ച് ടൈം യു ക്യാൻ സ്പെൻഡ്. ഒരു പ്രത്യേക വയസ്സ് വരെ കഴിയുന്നത്ര സ്ക്രീൻ ഇല്ലാതിരിക്കുക എന്നല്ല, 2 വയസ്സ് വരെയൊക്കെ സ്ക്രീനുമായിട്ടുള്ള സമ്പർക്കം പാടില്ല എന്നാണ് വിദഗ്ധരെല്ലാം പറയുന്നത്. അതിനുശേഷം റെഗുലേറ്റഡ് ടൈമാണ്, റിക്രിയേഷണൽ, ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സമയം 1 മണിക്കൂറിലധികം പോകാൻ പാടില്ല. ഇപ്പം നമുക്കറിയാം സ്കൂളുകളിലൊക്കെ പലപ്പോഴും ഹോംവർക്കും ഒക്കെ വാട്സാപ്പിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ അക്കാഡമിക് കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന സ്ക്രീൻ ടൈം നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തുമാത്രം സമയം എന്നുള്ളതുപോലെ തന്നെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഹരിതയ്ക്ക് ഞാൻ 1 മണിക്കൂർ സ്ക്രീൻ ടൈം അലൗ ചെയ്തു. ഹരിത ഈ 1 മണിക്കൂർ കാണുന്നത് ഹരിതയുടെ സ്വഭാവത്തിനെ തന്നെ വിഷലിപ്തമാക്കുന്ന രീതിയിലുള്ള ഉള്ളടക്കങ്ങളാണെങ്കിൽ ആ 1 മണിക്കൂർ കൊണ്ട് ഗുണമാണ് ദോഷം ഉണ്ടാവുക. കണ്ടൻറ്റ് വളരെ പ്രധാനമാണ്. ഇതിൽ നമ്മളെല്ലാവരും പറയാറുണ്ട്, കുട്ടികളെ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഗെയിം കളിക്കുന്നു. ഗെയിമിനൊക്കെ സർട്ടിഫിക്കേഷനുണ്ട്, ഇന്ന പ്രായത്തിലുള്ള കുട്ടികൾ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് സർട്ടിഫിക്കേഷനുണ്ട്. ഇതൊന്നും മാതാപിതാക്കൾ ശ്രദ്ധിക്കാറില്ല. വയലൻസ് ഉള്ള ഗെയിമുകളുണ്ട്, ചില പ്രായത്തിലുള്ള കുട്ടികളത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഉള്ളടക്കം, ഗെയിം കാണുന്ന കുട്ടി എന്ന് പറയുമ്പോൾ അവൻ ഗെയിം കളിക്കുകയല്ലേ ഉള്ളൂ 1 മണിക്കൂർ, പിന്നെ ബാക്കിയുള്ള സമയം പഠിക്കണില്ല എന്ന് പറയും. പക്ഷേ ഈ കളിക്കുന്ന ഗെയിം
വയലൻ്റ് കണ്ടൻ്റ് ഉള്ളതോ സെക്ഷൽ കണ്ടൻ്റ് ഉള്ളതോ ഒക്കെ ആണെങ്കിൽ പ്രശ്നമായില്ലേ. അപ്പോൾ എന്തിനുപയോഗിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടി വരും. പുതിയ ലോകത്തിൽ ചിലർ പോണോഗ്രാഫിയിലേക്ക് പോകും. ടീനേജിലുള്ള കുട്ടികളൊക്കെ പോണോഗ്രാഫിയിലേക്ക് പോവാം. ചിലർ ചാറ്റിങ്ങിലേക്ക് പോവാം, അപരിചിതരുമായിട്ടുള്ള വർത്തമാനങ്ങളിലേക്ക് പോവാം, അതിൽ തന്നെ സെക്സ് ചാറ്റിൽ പെടാം. അപ്പോൾ എങ്ങനെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ പുതിയ ലോകം എന്ന് പറയുമ്പോൾ വളർത്തൽ ചില്ലറ പണിയൊന്നുമല്ല. പണ്ടൊക്കെ ആയിരുന്നുവെങ്കിൽ ഒരു കുട്ടി സംശയാസ്പദമായിട്ടൊരു കവലയിൽ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് വിളിച്ചു പറയും, നിൻ്റെ മോള് അവിടെ വേറൊരു ചെക്കനുമായിട്ട് ഇങ്ങനെ വർത്തമാനം പറയണ കണ്ടുകൂട്ടോ എന്ന് പറയും. ഡിജിറ്റലിൽ കയറിയിട്ട് ഇമാതിരി വികൃതികൾ ചെയ്ത ആണ് നമ്മുടെ അടുത്ത് വിളിച്ചു പറയുന്നത്? ആരും വിളിച്ചു പറയാനില്ല. അപ്പോൾ പുതിയ കാലത്തിലെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ കുട്ടി വളർച്ചയുടെ ഓരോ പടവും കയറുമ്പം ഈ വിശാലമായിട്ടുള്ള ഡിജിറ്റൽ ലോകത്തിൽ അവൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ അത് ഉപയോഗിക്കുകയും ഉള്ളടക്കങ്ങളെ വിവേകപൂർവ്വം വിവേചനപൂർവ്വം മാത്രം പ്രയോഗിക്കുകയും ചെയ്യുന്ന ഒരു മനോനിലയിലേക്ക് ഞാൻ വളർത്തുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരും. ആ രീതിയിലുള്ളൊരു വളർത്തൽ, ഈ ഡിജിറ്റൽ ലോകത്തിലെ വളർത്തൽ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് മാതാപിതാക്കൾ ആലോചിച്ചിട്ട് തന്നെയില്ല. 10-20 കൊല്ലം മുമ്പ് എങ്ങനെ വളർത്തിയോ അതുപോലെ നമ്മളിങ്ങനെ വളർത്തുന്നു. ഇനിയിപ്പോൾ ഇതിൽ വേറൊരു എക്സ്ട്രീമുണ്ട്. എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കണ്ടു, ഇവൻ ഒരു ലോൺ ആപ്പ് എടുത്തു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു കുരുത്തക്കേടിൽ ഈ ഫോൺ വഴി, ഇതിലൊക്കെ ഈ പിള്ളേരൊക്കെ വിദഗ്ധരാണ്. 10-11 വയസ്സുള്ള പിള്ളേർ പോലും നമ്മളെക്കാളൊക്കെ വിദഗ്ധരാണ്. ഈ വക ചുറ്റിക്കളികളിലൊക്കെ ചെന്ന് പെടാനും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ ചാടാനും ഒക്കെ ഭയങ്കര വിദഗ്ധരാണ്. ഇത് കണ്ടു കഴിയുമ്പോഴേക്കും നമ്മൾ ഉടനെ തുള്ളിച്ചാടി വടിയെടുത്തിട്ടുള്ള അമ്മയെ പോലെ ഫോൺ അങ്ങ് പിടിച്ചു മേടിച്ചു, ഇനി മേലാൽ നീ ഫോൺ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കോൺഫിസ്കേറ്റ് ചെയ്യുന്നു. അതും ശരിയായ നടപടിയല്ല. കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതെ പറ്റുമോ? സ്ക്രീൻ കൊടുക്കാതെ പറ്റുമോ? അവിടെയും ബുദ്ധിപരമായിട്ട് അവൻ്റെ അടുത്തൊരു, അല്ലെങ്കിൽ ആ കുട്ടിയായിട്ടൊരു ഡയലോഗ് ഇനിഷ്യേറ്റ് ചെയ്ത് വർത്തമാനം പറഞ്ഞ് ഇന്ന പ്രശ്നങ്ങളുണ്ട്, നിന്നെ മോണിറ്റർ ചെയ്യാനുള്ള ചില ആപ്പുകളൊക്കെ ഞാൻ ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, പരിഭവം വേണ്ട, പിണങ്ങരുത്, നീ ഇങ്ങനെ ഒരു കുരുത്തക്കേട് കാണിച്ചുകൊണ്ടാണ്, അത് നിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കോ അല്ലെങ്കിൽ നിൻ്റെ സ്വകാര്യതയിലേക്കുള്ള ഇടിച്ചുകയറ്റമൊന്നുമല്ല, യു നീഡ് ഫോർ സം ടൈം, കുറച്ച് നാളത്തേക്ക്, എന്നിട്ട് നീ വളരെ കൃത്യമായിട്ടാണിത് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ സ്വാതന്ത്ര്യം ഞാൻ തിരിച്ചു തന്നേക്കാം. ആ രീതിയിലുള്ള ചില ഇടപെടലുകളൊക്കെ വേണ്ടി വരും. പലരും ഈ കുട്ടികളെ ഡിജിറ്റൽ ലോകത്ത് അല്ലെങ്കിൽ അവരുടെ ലോകത്ത് അപകടങ്ങളിൽ പെടുന്നത് വളരെ വൈകിയാണ് തിരിച്ചറിയുന്നത്. കുരുത്തക്കേടിൻ്റെ പാരമ്യതയിലെത്തി അവൻ്റെ പഠിപ്പും പോയി, പഠിത്തത്തിലുള്ള താല്പര്യവും പോയി, മറ്റ് പലതരത്തിലുള്ള പെരുമാറ്റ വൈകല്യങ്ങളും വന്നതിന് ശേഷമാണ് പലപ്പോഴും മാതാപിതാക്കൾ ഇവൻ ഇത്ര ദൂരം പോയല്ലോ അല്ലെങ്കിൽ ഇവളിത്ര ദൂരം പോയല്ലോ എന്നറിയുന്നത്. അപ്പോൾ എപ്പോഴും ജാഗ്രതയുടെ കണ്ണുകൾ വേണം. ജാഗ്രതയുടെ കണ്ണുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഡിറ്റക്റ്റീവിനെ പോലെ അവൻ്റെ പുറകെ നടക്കുകയും അവൻ എന്ത് ചെയ്യുമ്പോഴും കൊക്ക് തല നീട്ടുന്ന പോലെ പോയി നോക്കിയിട്ട് അവനെ ഇറിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവളെ ഇറിറ്റേറ്റ് ചെയ്യുക ചെയ്യുന്നതല്ല. ആ ഒരു എന്താ പറയുക, ഒരു സൂപ്പർവിഷൻ, ഒരു മേൽനോട്ടത്തിനുള്ള ഒരു അവകാശം സ്നേഹത്തിലൂടെ സമർത്ഥമായിട്ട് നേടിയെടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പല ആളുകളും പോലീസ് വേഷം കെട്ടുകയാണ് ചെയ്യുന്നത്. ആ ഒരു പോലീസിന് അങ്ങനെ ഒന്നും നോക്കണ്ടല്ലോ, സ്നേഹമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ച് 4 ഇടി കൊടുത്തു അല്ലെങ്കിൽ 4 ചീത്ത പറഞ്ഞു. പക്ഷെ പേരൻ്റ് അങ്ങനെയല്ല. പേരൻ്റ് ഒരിക്കലും പോലീസ് വേഷം കെട്ടിയിട്ട് കാര്യമില്ല. അതിനു മുമ്പേ ഒരു അടുപ്പമുണ്ടാക്കി നിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട്, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്നൊന്ന് നോക്കും എന്ന് അവനെ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ അവളെ ബോധ്യപ്പെടുത്തി വേണം ഈ ഡിജിറ്റൽ ലോകത്ത് മുന്നോട്ട് പോകാൻ. ഡിജിറ്റൽ ലോകത്ത് നമുക്ക് ആ തരത്തിലുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കാതെ ഒരു രക്ഷയില്ല. കാരണം ഭാര്യ ഭർത്താവിനെ പറ്റിക്കുകയും ഭർത്താവ് ഭാര്യയെ പറ്റിക്കാനൊക്കെ എളുപ്പമായിട്ടുള്ളൊരു കാലമാണ് ഡിജിറ്റൽ ലോകം എന്ന്. കുട്ടികൾക്ക് അതിനേക്കാൾ എളുപ്പമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ തരികിട പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് അവരുടെ വിശ്വാസം ആർജിക്കണം. അവർ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുന്നതിന് എന്താ അച്ഛാ ഇങ്ങനെ കയറി എൻ്റെ സ്വകാര്യതയെ കയറുന്നതെന്ന് പറയാതെ തന്നെ അതിനെ വെൽക്കം ചെയ്യുന്ന രീതിയിലേക്ക് അവരെ നയിക്കുന്ന രീതിയിൽ വേണം തുടക്കം മുതലേ വരാൻ. അത് സംഭവിക്കണമെങ്കിൽ 13 വയസ്സിൽ പേരൻറ്റിങ്ങായിട്ട് ഇറങ്ങിയാൽ പറ്റില്ല. ജനിച്ച നാൾ തൊട്ട്
ആ കണക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യേണ്ടി വരും. പൂമ്പാറ്റ കഥ പറഞ്ഞു വരുന്ന കുട്ടിയോട് മതിയും കൊതിയും തീരുവോളം കഥ കേൾക്കുന്ന അച്ഛനും അമ്മയും ആയാൽ മാത്രമേ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു നിയന്ത്രണങ്ങളോടൊക്കെ അവർ സന്മനസ്സോടെ സഹകരിക്കുകയുള്ളൂ. പിന്നെ ഒട്ടുമിക്ക കപ്പിൾസിൻ്റെയും ഒരു കൺസേൺ ആണ്, ഇപ്പോൾ ഒരു സെക്കൻഡ് ബേബി പ്ലാൻ ചെയ്യുന്ന ടൈമിൽ ഈ ആദ്യത്തെ കുട്ടിയോട് നമ്മളത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, ആ കുട്ടിയുടെ മാനസികാവസ്ഥ നമുക്ക് എങ്ങനെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത്. ഇതിൽ ഒരു കുട്ടിയുള്ള ആൾ അടുത്തൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ പ്ലാൻ ചെയ്യുമ്പം അതിനായിട്ട് ഈ കുട്ടിയുടെ മനസ്സ് ഒരുക്കേണ്ടതുണ്ട്. നിനക്കൊരു അനിയനോ അനിയത്തിയോ വേണ്ടേ, നിനക്ക് കളിക്കാനായിട്ടൊരു ചങ്ങാതി വേണ്ടേ, ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ ഒരു മനസ്സൊരുക്കം ഉണ്ടാക്കേണ്ടതുണ്ട്. ഹി ഷുഡ് ബി പ്രിപ്പയർഡ്, അല്ലെങ്കിൽ ഷീ ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ എ സിബ്ലിങ്. അതിൻ്റെ കൂടെ തന്നെ അച്ഛനും അമ്മയും മാത്രമല്ല വരാൻ പോകുന്ന കുട്ടിക്കുള്ളത്, വേറൊരു ചേട്ടൻ കൂടെയുണ്ട്, അത് നീയാണ്, നിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി തുടക്കത്തിലേ ഉണ്ടാക്കുകയും പറഞ്ഞതിന് ശേഷം ആ കൊച്ചു കൊച്ചു ഉത്തരവാദിത്തങ്ങൾ അവൻ്റെ പ്രായത്തിന് സഹജമായിട്ട് അനിയനോ അനിയത്തിക്കോ ചെയ്യാവുന്ന കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ആ ചെയ്യുമ്പോൾ അത് സന്തോഷത്തോടെ അനുമോദിക്കുകയും ഒക്കെ ചെയ്യേണ്ട ചില ഘട്ടങ്ങൾ വരും. ചില സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് സ്നേഹം വിഭജിച്ചു പോകുന്നു എന്നുള്ളൊരു ഫീല് വരുമ്പം കുറച്ച് വൈരാഗ്യമൊക്കെ വരും. സിബ്ലിംഗ് റൈവൽറി വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ടത് മുഴുവൻ തട്ടിയെടുത്ത് സാധനമാണല്ലോ ഈ കിടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചില കുശുമ്പ് കുന്നായ്മയൊക്കെ വരാം. അതിൻ്റേതായിട്ടുള്ള ഭാവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവനെ വഴക്ക് പറയുകയും അവനെ തല്ലുകയും നീ എന്താ ഇങ്ങനെ ഒരു മനുഷ്യത്വം ഇല്ലാത്ത പെരുമാറുന്നതെന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തലിനൊന്നും പോകാതെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടിയുടെ ഒപ്പം ഇരുത്തി നിന്നോടുള്ള സ്നേഹമൊന്നും കുറഞ്ഞിട്ടില്ല, ഇത് കൊച്ചു കുഞ്ഞല്ലേ, നീ കൊച്ചു കുഞ്ഞായിരുന്നപ്പം നിനക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ, കൂടുതലൊന്നും ചെയ്യണില്ല, അതിനപ്പുറം ഒന്നുമില്ല അത് എന്നുള്ള രീതിയിൽ അവനെ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്യേണ്ടി വരും. ആ തരത്തിൽ ചെയ്താലാണ് കുട്ടിക്ക് ഈ ഇളയ കുട്ടിയായിട്ട് കുറേ കൂടെ നന്നായി ഇണങ്ങി ചേരാൻ പറ്റുകയുള്ളൂ. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണം. കുറച്ചുകൂടെ പ്രായം മുതിർന്നു കഴിയുമ്പം അവനത് അല്ലെങ്കിൽ അവൾക്കത് ഒരു യാഥാർത്ഥ്യമാണെന്ന് തോന്നുകയും ചെയ്യും. ചില മാതാപിതാക്കളുണ്ട്, ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി മൂത്ത കുട്ടി പെൺകുട്ടിയാണ്, നമ്മുടെ നാട്ടിൽ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്രേസ് ഉണ്ടല്ലോ, പെട്ടെന്ന് രണ്ടാമത് ആൺകുട്ടിയൊക്കെ ആകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ കുറച്ച് വേർതിരിവും കുറച്ച് അമിത സ്നേഹവും വർത്തമാനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കുറച്ച് ജെൻഡർ അവസാനം ഈ വീടിന് ഒരു ആൺകുട്ടിയെ കിട്ടി എന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയാൻ തുടങ്ങും. ചിലപ്പോൾ കാണാൻ വരുന്നവരും അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയെന്ന് വരും. അതും അല്ലെങ്കിൽ ഇവരെ താരതമ്യപ്പെടുത്തിട്ടോ മൂത്തയാൾ ജനിച്ചപ്പോൾ ഇത്രയും കളറില്ലായിരുന്നു, ഇവന് നല്ല കളറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ചില വർത്തമാനങ്ങളൊക്കെ പറയും. അതുണ്ടാക്കുന്ന ഡാമേജുകൾ ഈ അഭ്യുദയകാംക്ഷികൾ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ പോയി കഴിയുമ്പോൾ ആ ഡാമേജുകൾ പരിഹരിച്ചു കൊടുക്കേണ്ടി വരും. അതങ്ങനെ അവരങ്ങനെയൊക്കെ പറയും, അങ്ങനെയല്ലടാ നിനക്ക് നിൻ്റേതായിട്ടുള്ളൊരു സൗന്ദര്യം ഉണ്ടായിരുന്നു ജനിച്ചപ്പം, ഞങ്ങൾക്ക് എന്തൊരു ഇഷ്ടമായിരുന്നു, ഇവർ തന്നെ വന്നിട്ട് പറഞ്ഞ് നീ ഭയങ്കര സുന്ദരനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡാമേജ് കൺട്രോളൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമ്മുടെ സാധാരണ കുട്ടികളെ കുറിച്ചുള്ള പാരന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അത് സ്പെഷ്യൽ കിഡ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആസ് എ പാരന്റ് എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞു കുട്ടിക്ക് ഒരു 3-4 വയസ്സാകുമ്പോഴേക്കും ടോയ്ലറ്റിങ്ങിൻ്റെ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ വസ്ത്രം മാറുന്നത്, വസ്ത്രം ഇടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ശുചിത്വത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു സ്പെഷ്യൽ കിഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലച്ചോറിൻ്റെ വികാസം കുറച്ച് പിന്നാക്കം നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ന്യൂറോ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടോ ആ വേഗതയിൽ അത് ആർജിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിൽ നമ്മൾ അസ്വസ്ഥത കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവരുടെ മനോവികാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ പേസ് അനുസരിച്ചിട്ട് ആ താളം അനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് ക്ഷമയോടെ വിട്ടുകൊടുക്കുക എന്നുള്ള രീതിയിലാണ് അത് ചെയ്യേണ്ടത്. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പല കാലഘട്ടങ്ങളിലും ഉണ്ടാവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പെരുമാറ്റ വൈകല്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ പോകുന്ന പ്രായത്തിൽ അവർ സ്കൂളിങ്ങിന് പോയില്ല എന്ന് വരും, സ്കൂളുകളിൽ പിന്നാക്കം നിന്നു വരും, ചിലപ്പോൾ സ്പെഷ്യൽ സ്കൂളുകളിൽ പോകേണ്ടി വന്നു എന്ന് വരും. അതിനോട് നമ്മൾ അസഹ്യത കാണിച്ച്
എനിക്കിങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ പഴിക്കുകയും ആ കുട്ടിയെ പഴിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. ഇതിന് ഏറ്റവും നല്ലൊരു രീതിയിൽ ഇതിനെ പറഞ്ഞത്, വിശേഷപ്പെട്ട ഈ തരത്തിലുള്ളൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലം ഉള്ളൊരു കുട്ടിയെ നന്നായി പരിപാലിക്കാൻ അർഹതയുള്ള മാതാപിതാക്കളാണ് നിങ്ങളെന്നുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഈശ്വരൻ ഈ കുട്ടിയെ നിങ്ങൾക്ക് തന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലോസഫി ഉണ്ട്. മറ്റുള്ള മാതാപിതാക്കൾ അതിന് അർഹരല്ല. അവർക്ക് ആ ഈ കുട്ടിയെ നോക്കാൻ ഉള്ള കഴിവില്ല, വൈഭവമില്ല. നിങ്ങൾക്ക് ആ വൈഭവം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ കുട്ടിയെ വരദാനമായിട്ട് തന്നിരിക്കുകയാണ് എന്നുള്ള സ്പിരിറ്റിൽ വേണം മാതാപിതാക്കൾ അത്തരം കുട്ടികളെ പരിപാലിക്കാൻ. എന്നാൽ മാത്രമേ ആ കുട്ടികളുടെ ജീവിതം ശോഭനമാവുള്ളൂ. അവരിലുള്ള വൈഭവങ്ങൾ പരമാവധി വിനിയോഗിച്ച് അവർക്കും ജീവിതത്തിൽ അർത്ഥപൂർണമായിട്ട് മുന്നേറാനുള്ളൊരു സാഹചര്യം വരുമ്പോൾ. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ലിറ്ററലി ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു ആസ്പെക്ട്സ് ഓഫ് പാരൻറ്റിംഗ് എന്നുള്ളൊരു ടോപ്പിക്ക് തന്നെ. ഡോക്ടറിൻ്റെ ടൈമിനും സ്പേസിനും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.